എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ കുറച്ച് 10 ചുവന്നുള്ളിയും കൂടെ ചതച്ചായിരുന്നു. ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് മീൻകറി വെക്കാൻ അറിയുമെന്ന് ചോദിച്ചാൽ ഞാൻ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നന്നാവും, ചിലപ്പം നന്നാവില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചില സമയത്ത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടികളൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പം നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. പക്ഷെ ഞാൻ എത്ര മീൻകറി വെച്ചാലും അമ്മയുടെ അത്ര ആവില്ല കേട്ടോ. എനിക്ക് മീൻകറി വെക്കാൻ അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, വല്ലപ്പോഴേ മീൻ മേടിക്കാറുള്ളൂ. ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓക്കെ. ഇനി ഇത് നന്നായി തിളച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യും. മീൻകറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് വറ്റ മീനാണ് കേട്ടോ. ഇത് 1/2 കിലോ വറ്റ മീൻ്റെ അറിയാം. ജസ്റ്റ് ഒന്ന് നടുഭാഗത്തൊന്ന് ഇളക്കി എല്ലായിടും ഒന്നാവുന്ന പോലെ നമുക്ക് വെച്ചു. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കറിവേപ്പിലൊക്കെ വിതറാം. അപ്പം ഇതായിരുന്നു എൻ്റെ തട്ടിക്കൂട്ട് മീൻകറി. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെ. ടാറ്റാ.